കുറേയായി എൻ്റെ വിശേഷങ്ങളെല്ലാം പറയണമെന്നെല്ലാം വിചാരിച്ചിട്ട് വരുന്നത്, മാത്രം നടക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഭയങ്കര മടിച്ചിയായി ഇത്രയും മാസത്തിൽ. ഇത് പറയല് എൻ്റെ എല്ലാ ഓരോ ദിവസത്തെ വിശേഷങ്ങളും നിങ്ങളോട് പറയണം, കാണിക്കണം എന്നെല്ലാം മനസ്സിലുണ്ടായിരുന്നു. മാത്രം ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ല. 50 മാസമായി. നവംബർ 13 എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞത്, അന്ന് ഡേറ്റ് പറഞ്ഞത്. മാത്രം മിനിയാന്ന് പോയിട്ടായിട്ടാകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒക്ടോബർ, അതായത് ഈ മാസം 30 തന്നെ എല്ലാം കരുതിയിട്ട് തന്നെ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു ടെൻഷൻ, എത്ര ദിവസം എനിക്ക് ടെൻഷൻ ഉണ്ടായിട്ടാ. എല്ലാം കഴിഞ്ഞ് എല്ലാ ഇതും കഴിഞ്ഞിട്ട് ദിവസം ആവാനായി എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനോ പേടിയോ എന്തെല്ലോ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ എല്ലാം അറിയുന്നതായിരിക്കും. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ് എൻ്റെ വീട് എന്നെല്ലാം അറിയാം. അപ്പോൾ വീട്ടിലേക്ക് റോഡില്ലാത്തത് കാരണവും വണ്ടി വീട്ടിലേക്ക് ഇറങ്ങാത്തത് കാരണവും റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അമ്മാമ്മൻ്റെ വീട്ടിലേക്ക് പാണൂറേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നോക്കാം, ഇനി വിശേഷങ്ങളായിട്ട് വരുന്നത് എൻ്റെ കുഞ്ഞുമണിയായിട്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മളെ അമ്മാവൻ്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെയും ഞങ്ങളെ നാട് പോലെ തന്നെ ഇതാണ് തോടും തോട്ടവും അങ്ങനെയല്ല. ഓറഞ്ചോ അമ്മാവ? ഇപ്പോൾ വേണ്ട. ഇതാണ് ഞങ്ങളുടെ പാണൂർ വീട്. ഇവിടെ നമ്മൾ ഇവമോളുടെ എല്ലാ കരവിരുതും ഉണ്ടാവും. ഒരു പെൻസിലും പെന്നും കിട്ടിയാൽ നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടോളും. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം. അമ്മാവൻ ഫോം വിളിക്കുന്നതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. അമ്മ ഫോം വിളിച്ചാൽ അങ്ങ് അക്കരെ വരെ കേൾക്കുന്ന സൗണ്ട് ഉണ്ടാവും. ഇതാണ് എൻ്റെ അമ്മാവൻ. അതേപോലെ എന്തായാലും കുഞ്ഞിക്ക് അമ്മാമ ഹായ് ഹായ്.